ഒരു പ്രഭാതത്തിൽ വൃദ്ധനായ കർഷകന്റെ ഏക ആസ്തിയായിരുന്ന കുതിര കെട്ടഴിഞ്ഞ് കാട്ടിലേക്ക് ഓടിപ്പോയി. ആകാംക്ഷയോടെ ഓടിയെത്തിയ അയൽക്കാർ വലിയൊരു ദുരന്തം സംഭവിച്ചെന്ന ഭാവത്തോടെ പറഞ്ഞു, ഷോ, എന്തൊരു കഷ്ടകാലമാണിത്. ഇത് നിങ്ങൾക്ക് തന്നെ വന്നല്ലോ. തീർച്ചയായും നിങ്ങൾക്ക് കടുത്ത കഷ്ടകാലമാണ്. കർഷകന്റെ മുഖത്ത് ശാന്തമായൊരു പുഞ്ചിരി മാത്രം. അയാൾ സമചിത്തതയോടെ പ്രതികരിച്ചു, നമുക്ക് വിധി എഴുതാൻ കഴിയില്ല. ഇത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിറ്റേന്ന് സായാഹ്നത്തിൽ ഓടിപ്പോയ കുതിര 3 കുതിരകളുമായി തിരിച്ചു വന്നു. അയൽക്കാരുടെ ശബ്ദത്തിൽ ഇത്തവണ ആരാധനയായിരുന്നു. അയ്യോ, എന്തൊരു സ്വർഗീയ അനുഭവമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ദാരിദ്ര്യമെല്ലാം തീർന്നു. എത്ര വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നത്. കർഷകൻ ദൂരേക്ക് നോക്കി പറഞ്ഞു. നമുക്ക് നോക്കാം, ഈ നേട്ടം സന്തോഷത്തിന്റെ പ്രകാശമാണോ അതോ വരാനിരിക്കുന്ന ഇരുട്ടിന്റെ മറയാണോ എന്ന് കാലം തെളിയിക്കട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കർഷകന്റെ ഏക മകൻ കുതിരയെ മെരിക്കാൻ ശ്രമിക്കവേ കുതിരപ്പുറത്തു നിന്ന് വീണു പരിക്കേറ്റു. അയൽക്കാർ വീണ്ടും എത്തി ഇങ്ങനെ പറഞ്ഞു, ഹോ, വിധി അവന്റെ കാലുകൾ തകർത്തു കളഞ്ഞല്ലോ. അവനെ ഒരു മുടന്തനാക്കിയല്ലോ. എന്തൊരു കഷ്ടകാലമാണ്. മകന്റെ ശോഭനമായ ഭാവി തകർന്നു പോയല്ലോ. കർഷകൻ സ്നേഹത്തോടെ മകനെ തലോടിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് കാത്തിരുന്ന് കാണാം. തൊട്ടു പിന്നാലെ രാജ്യമാകെ യുദ്ധം പ്രഖ്യാപിച്ചു. ചക്രവർത്തിയുടെ ഭടന്മാർ ഗ്രാമത്തിലെ ആരോഗ്യമുള്ള യുവാക്കളെയെല്ലാം നിർബന്ധിച്ച് യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ കാലുകൾക്ക് പരിക്കേറ്റിരുന്ന കർഷകന്റെ മകനെ ഒഴിവാക്കി. അങ്ങനെ അപകടം അവന് സംരക്ഷണത്തിന്റെ കവചമായി. ജീവിതത്തിന്റെ പുസ്തകത്തിൽ ഒരു താൾ മാത്രം വായിച്ച് ആ അധ്യായത്തിന്റെ വിധി എഴുതാൻ ആർക്കും കഴിയില്ല. ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം ജീവിതത്തിലെ ഏറ്റക്കുറിച്ചിലുകൾക്ക് പെട്ടെന്ന് വിധി എഴുതാതിരിക്കാനുള്ള വിവേകമാണ്. ചിലപ്പോൾ പ്രശ്നങ്ങൾ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന സംരക്ഷണ കവചങ്ങളാണ്. ഇവിടെ വിവേകമാണ് ആവശ്യം. ഈ ശുഭാപ്തി വിശ്വാസം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഇന്ന് നമുക്ക് സംഭവിച്ച പരാജയം ഒരുപക്ഷെ നാളത്തെ നമ്മുടെ വിജയത്തിന്റെ സംരക്ഷകനായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് എൻ്റെ മുന്നോട്ടുള്ള ഊർജം. താങ്ക്